നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതിനു മാത്രം എന്താ അവിടെ ഉണ്ടായത്? സഞ്ജു ഇനി അമ്മുവായിട്ട് ജീവിക്കട്ടെ. അവർക്കിടയിൽ ഇനി ഞാനില്ല. അയ്യോ എന്റെ ഈശ്വര, എന്തൊക്കെ നീ പറയുന്നേ? എന്താ ഞാൻ പറഞ്ഞ നമുക്ക് മനസ്സിലായില്ലേ? ഇനി ഒന്നിനും ഞാനില്ല, ഒന്നിനും. മോളെ ശ്രീകുട്ടി, പ്രഭേ പ്രഭേ, ശ്രീകുട്ടി, മോളെ ശ്രീകുട്ടി, വാതില് തുറക്ക്. മോളെ വാതില് തുറക്കാൻ. നീ അമ്മയെ വിളിക്കുന്ന വാതില് തുറക്കാൻ. എന്താ സംഭവിച്ചെന്ന് നീ അമ്മയോട് ഒന്ന് പറ. മോളെ ശ്രീകുട്ടി, ശ്രീകുട്ടി, മോളെ ശ്രീകുട്ടി, ശ്രീകുട്ടി, മോളെ പ്രഭേ, ഒന്ന് ഇങ്ങോട്ടൊന്ന് വന്നേ. മോളെ മോളെ അമ്മയെ വിളിക്കുന്നേ, വാതില് തുറക്ക്. നീ മോളെ ശ്രീകുട്ടി, മക്കളെ നീ വാതിലൊന്ന് തുറക്ക്. മോളെ എന്താ ശ്രീകുട്ടി വന്നോ? ആ, മംഗലശ്ശേരിയിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ബാഗും എടുത്തോണ്ട് അവള് വന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് മാറി. മോളെ വാതിൽ തുറക്ക്. മോളെ മോളെ വാതിൽ തുറക്ക്. ശ്രീകുട്ടി, മോളെ അച്ഛനാ വിളിക്കുന്നേ. മോളെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴേക്ക് നീ എന്തിനാ ബാഗ് എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്? നീ ഒന്ന് സമാധാനത്തോടെ ചോദിക്കൂ കാഞ്ചനെ, എന്താ മോളെ പ്രശ്നം? ഞാൻ ഇനി ആ വീട്ടിൽ നിൽക്കില്ല. അതിനുള്ള കാരണമാ ചോദിച്ചത്. അമ്മുവിന് നഷ്ടപ്പെട്ട ഓർമ്മ തിരിച്ചു കിട്ടാതെ ഞാൻ ഇനി മംഗലശ്ശേരിയിലേക്കില്ല. നീ വെറുതെ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇറങ്ങി വരില്ലെന്ന് എനിക്കറിയാം. എന്ത് സഹിച്ച് ഞാൻ അവിടെ പിടിച്ചു നിന്നേനെ. പക്ഷെ സഞ്ജു എന്നോട് കാണിച്ചത് എനിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അറിയാലോ, ഇന്ന് സഞ്ജുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. സഞ്ജുവിന് ധരിക്കാൻ ഞാനൊരു ഡ്രസ് എടുത്ത് സമ്മാനിച്ചതാ. പക്ഷെ സഞ്ജു ബർത്ത്ഡേ ഫംഗ്ഷന് ധരിച്ചത് അമ്മ എടുത്തു കൊടുത്ത ഡ്രസ്സാ. പ്രഭ കേട്ടില്ലേ? ഇനി എന്ത് പ്രതീക്ഷയിൽ എന്റെ മോൾ അവിടെ നിൽക്കും? ഇനി ആ പെണ്ണിനെ ഒരു നിമിഷം പോലും ആ വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടേ പറ്റൂ. ഇനി ആര് പറഞ്ഞാലും ഞാൻ കേക്കില്ല. എനിക്ക് എന്റെ മോളുടെ ജീവിതമാ പ്രധാനം. നിക്കേ കാഞ്ചന, നീ ഒന്ന് അടങ്ങ്. ഇനി ഞാൻ അടങ്ങിയിരിക്കണോ? അവൻ ആ പെണ്ണിനോട് അടുപ്പം തോന്നി തുടങ്ങിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അവൻ അവളെ മതിയെങ്കിൽ എന്റെ മോളെ അവൻ ഡിവോഴ്സ് ചെയ്യട്ടെ. നമുക്ക് ഈ നാട് തന്നെ വിട്ടു പോകാം. കാഞ്ചനെ, എന്താ വേണ്ടെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇപ്പൊ ഞാൻ പറയുന്നത് നീ ഒന്ന് അനുസരിക്കേ. അമ്മേ, നീ എന്റെ മോളോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലടാ.
എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒരു പമ്പര വിട്ടിയെ പോലെ എന്റെ മോള് നിന്റെ കൂടെ നിന്നു. എന്നിട്ടും നീ എന്റെ മോളെ തകർത്ത് കളഞ്ഞല്ലോടാ. നിനക്ക് മനസാക്ഷിയുണ്ടോ? സംഭവിച്ചത് വലിയ തെറ്റ് തന്നെയാണെങ്കിൽ അതിന് എന്ത് ശിക്ഷ ഞാൻ അനുഭവിക്കാം? അറിഞ്ഞു വെച്ച് എന്റെ സ്വാതിയെ ഞാൻ ചതിച്ചിട്ടില്ല. അത് അങ്കിൾ ഒന്ന് വിശ്വസിക്കണം. അവളില്ലാതെ എനിക്കൊരു ജീവിതമില്ല. നീ അവളെ ചതിച്ചിട്ടില്ലെന്ന് നിന്റെ നെഞ്ചിൽ കൈവച്ച് പറയാൻ നിനക്ക് കഴിയോടാ? അവളുടെ സന്തോഷമല്ലേ നീ ഇല്ലാതാക്കി കളഞ്ഞത്? ആ ഡ്രസ്സിന്റെ പാക്കറ്റുകൾ ആരോ മാറ്റി വെച്ചതാണെങ്കിൽ ഈ വീട്ടിലുണ്ടായിരുന്ന ആരോ മനഃപൂർവ്വം അത് ചെയ്തത്. എന്ത് ഡ്രസ്സാ സ്വാതി എനിക്ക് വേണ്ടി എടുത്തത് ഞാൻ എത്ര ചോദിച്ചിട്ട് അവള് പറഞ്ഞില്ല. അവൾ അത് പറഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അങ്കിൾ. ഞാൻ കരുതിയത് സ്വാതി എനിക്ക് വേണ്ടി വാങ്ങിയത് ആ കുർത്തിയാണെന്നാ. സന്തോഷമുള്ള അവളുടെ മുഖം മനസ്സിൽ കണ്ട ഞാനത് ധരിച്ചത്. ഞാൻ ഈ ബർത്ത്ഡേ സെലിബ്രേഷന് സമ്മതിച്ച് തന്നെ സ്വാതിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ. ആ എനിക്ക് എങ്ങനെയെങ്കിലും അവളെ വേദനിപ്പിക്കാൻ കഴിയുക? എല്ലാം ഏറ്റു പറയാനുള്ള സാവകാശം പോലും തരാതെയാ അവളി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കുട്ടിയെ ഇവിടെ നിർത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. നീ ഇവിടെ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോണം. ഞാൻ വരാം. സഞ്ജു, ശ്രീകുട്ടി ബാഗ് എടുത്ത് ഇറങ്ങിപ്പോയിട്ടും പിന്നാലെ ഒന്ന് പോകാൻ നിനക്കെന്ത് മനസ്സ് വരാത്തെ? എല്ലാം വരുത്തി വെച്ചത് അമ്മൂല്ലേ? എനിക്ക് ബർത്ത്ഡേ ഡ്രസ്സ് സമ്മാനിക്കാൻ അവൾ എന്റെ ആരാ? അവളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ. അമ്മ എന്താ പറഞ്ഞ? ഇവിടെയുള്ള പലരെയും പോലെ ഞാനും ഒരു മണ്ടിയാണെന്ന് നീ കരുതിയോ? ഒരു വർഷം മുൻപ് അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് നീയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതാ. എന്നിട്ടും ഞാനത് മനസ്സിൽ അടക്കി വെച്ചു. അവള് നിന്നെ ഭർത്താവിന്റെ സ്ഥാനത്ത് കാണുന്നില്ലെന്ന് മനസ്സിലാക്കി ഞാൻ നിശബ്ദത പാലിച്ചു. ഇത് ദൈവം നിനക്ക് തന്ന ശിക്ഷയാ. ഇപ്പൊ നിനക്ക് അമ്മ ഒരു ബാധ്യതയായി. നീ ഒരു അനാഥയായ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടി ദൈവം അവളെ ഇവിടെ എത്തിച്ചു. അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണോ? അമ്മൂനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട അതിന് നീ കൂട്ടുനിന്ന അവൾക്കൊപ്പം ഞാനും പടിയിറങ്ങും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.